ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേരള സ്റ്റൈലിലുള്ള സാമ്പാർ. നമ്മുടെ കേരള സ്റ്റൈൽ സാമ്പാറിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഇടാറുണ്ട്. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്, പൊട്ടറ്റോ, മുരിങ്ങാക്കോൽ, വെണ്ടയ്ക്ക, തക്കാളി, കോവയ്ക്ക, ചേന, വെള്ളരിക്ക, നീണ്ട പയർ, ഒരു ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതിനൊപ്പം നമ്മളിനി സാമ്പാർ പരിപ്പ് വേവിക്കാൻ പോവാണ്. ഞാനൊരു കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ട് അത് വേവിക്കാൻ വെച്ചു. കുക്കറിലേക്ക് എല്ലാ പച്ചക്കറികൾ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകം, കായപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഇത്രയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പ് 2 വിസിൽ അടിച്ചിട്ടുണ്ടാവും. ഇനി ആ പരിപ്പ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പരിപ്പും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. അതായത് പച്ചക്കറികൾ കവർ ചെയ്യാൻ രീതിയിലുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഒഴിക്കാറ്. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇടുക. ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം കുക്കർ മൂടി വെക്കുക. 2 വിസിൽ അടുപ്പിക്കുക. ഞാൻ ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിൽ അടുപ്പിച്ച ശേഷം ഓഫാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവാണ്. പാൻ ചൂടാക്കി എണ്ണ ഇടുക. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കാനിടുക. കടുക് നന്നായിട്ട് എല്ലാം പൊട്ടിയ ശേഷം തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഉണക്കമുളക് അത് 2 ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് മതി. നന്നായിട്ടൊന്ന് നമ്മൾ സോട്ട് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ. ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്ക ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ലായിരുന്നു. ഇതുപോലെ ഈ സാമ്പാർ പൗഡറിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. 2 മുതൽ 3 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മസാലാസൊക്കെ നന്നായിട്ട് പിടിക്കും. കുക്കർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ കടുക് പൊട്ടിച്ചതും വെണ്ടയ്ക്ക എല്ലാം കൂടെ സാമ്പാറിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണ്, ചാറ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സത്തേക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം 30 മിനിറ്റിനേക്കാളും കുറവാണ്. നല്ലൊരു ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു സദ്യേൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.